കൗമാര കലാമാമാങ്കത്തിന് ഇന്ന് കൊല്ലത്ത് തിരിതെളിയുകയാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം. ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവ മാമാങ്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മണിക്കാണ് ഉദ്ഘാടനം. ആശ്രാമം മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാകും. മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ, കെ രാജൻ, കെ ചിഞ്ചുറാണി, കെ ബി ഗണേഷ് കുമാർ, പി എ മുഹമ്മദ് റിയാസ്, നടി നിഖില വിമൽ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. 5 ദിവസത്തെ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് 14,000-ഓളം വിദ്യാർത്ഥികളാണ്. സ്കൂൾ കലോത്സവ വിശേഷങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അമൃത ടിവിയും അമൃത ന്യൂസ് ലൈവ് യൂട്യൂബ് ചാനലും സർവ്വസജ്ജമാണ്. ആശ്രാമം മൈതാനത്ത് നിന്നും കെ പ്രശാന്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, നമ്മൾ തലക്കെട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് ഇന്ന് തിരിതെളിയുകയാണ്. ഇനി അധികം സമയമില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ കൊല്ലം എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഒപ്പം വിദ്യാർത്ഥികളും തയ്യാറാണ് ആ കലാമാമാങ്കത്തിലേക്ക്. എങ്ങനെയുണ്ട് ഒപ്പം അമൃത ടിവിയുടെ ഒരു വിശേഷങ്ങൾ കൂടി? അഖില, നമ്മളിപ്പോൾ ആശ്രാമ മൈതാനത്തുള്ളത്. എനിക്കൊപ്പം ശ്രീജയുമുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഈ കലോത്സവ വേദിയിലെ വിശേഷങ്ങൾ തത്സമയം അഖില അടക്കുന്ന ആളുകളിലേക്കും ഒപ്പം തന്നെ നമുക്കറിയാം ലോകത്തിലെ എല്ലാ ആൾക്കാരും വലിയ ആവേശത്തിൽ കാണുന്ന ഒരു കലോത്സവമാണ്. സ്വാഭാവികമായും കൗമാര കലോത്സവം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവം, അതുകൊണ്ട് ഏറ്റവും വലിയ ഉത്സവമായി തന്നെ മാറുന്ന കലോത്സവമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ ഏടുകളും നമ്മൾ ഒപ്പിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ കോഴിക്കോട് നിന്ന് നമ്മൾ കൊല്ലത്തേക്ക് എത്തുമ്പോൾ ആ ആവേശത്തിൽ തന്നെയാണ് ഇപ്പോഴും നമ്മളുള്ളത്. ശ്രീജ, എങ്ങനെയുണ്ട് ശ്രീജ? കോഴിക്കോട് നിന്ന് നമ്മൾ ഇങ്ങോട്ട് എത്തുകയാണ്. അതെ, നമ്മൾ കോഴിക്കോട് കണ്ടത് ആളുകളുടെ ഒരു പങ്കാളിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഭീകരമായിരുന്നു അല്ലേ. ആളുകളുടെ പെരുമാറ്റമാണെങ്കിലും എല്ലാ കാര്യത്തിനും ഓടി നടന്ന് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയൊരു സഹൃദയരായ ആളുകളെയാണ് നമ്മൾ കോഴിക്കോട് കണ്ടത്. കൊല്ലത്തേക്ക് വരുമ്പോൾ അത് എങ്ങനെയാകും എന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങളിലേ മനസ്സിലാക്കാൻ സാധിക്കൂ. 5 ദിവസമുണ്ട്. എന്തായാലും ആ ഒരു കേളികൊട്ട് ഉയരുമ്പോൾ എത്രത്തോളം ജനസ്വീകാര്യത ഈ കൊല്ലം ഈ കലോത്സവത്തെ ഏറ്റെടുക്കുമെന്നുള്ളത് നമുക്ക് ഇനി വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. എന്തായാലും 10 മണിയോടുകൂടി മുഖ്യമന്ത്രി ഈ ഒരു ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി പറഞ്ഞു നോക്കട്ടെ. അഖില, 10 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് ക്രമീകരിച്ചിട്ടുള്ളത്. 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IAS പതാക ഉയർത്തോടുകൂടിയാണ് ഔദ്യോഗികമായി കലോത്സവത്തിന് തിരിതെളിയുന്നത്. അതിനുശേഷം തന്നെ ആ സമയത്ത് തന്നെ ഗോത്ര കലാവിഭാഗങ്ങളുടെ കുട്ടികളുടെ എല്ലാം തന്നെ പ്രകടനങ്ങളുണ്ടാവും. ആ പ്രകടനങ്ങൾക്ക് ശേഷം ഈ 1ാം വേദി, ആശ്രാമ മൈതാനത്തെ 1ാം വേദിയിൽ ആശാശരത്തും അതുപോലെ തന്നെ കുട്ടികളും ഒപ്പം നിൽക്കുന്ന ഒരു അവതരണ പരിപാടി ഉണ്ടാവും. അതിനുശേഷമാണ് 10 മണിയോടുകൂടി മുഖ്യമന്ത്രി ഉദ്ഘാടകരായി എത്തുന്നത്. ആ ഉദ്ഘാടന ചടങ്ങിൽ മുകേഷ് അടക്കമുള്ള MLA മാർ, NK പ്രേമചന്ദ്രൻ അടക്കമുള്ള MP മാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ എല്ലാം തന്നെ ഉണ്ടാവും. ഏതായാലും നമുക്കറിയാം നമ്മുടെ ഒരു കലോത്സവത്തിൻ്റെ ഒരു ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങളും മറ്റ് വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഒരിക്കലും ഒരു കലോത്സവ സ്ഥലത്തേക്ക് അത് എത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവാണ്, ഉദ്ഘാടനം മുഖ്യമന്ത്രി. അതൊരു ചടങ്ങായി മാറുന്ന ഒരു എല്ലാ വർഷവും അത് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെ, തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാണ് എന്തായാലും ഉദ്ഘാടനം ചെയ്യുന്നത്. VD സതീശനാണ് സമാപന സമ്മേളനം നടത്തുന്നത്. നമ്മൾ ഇന്നലെ തന്നെ ഒരുപാട് ജനപ്രതിനിധികളെ ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവരും അത്രത്തോളം ഈ ആളുകളിലേക്ക് ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് ഇന്നലെ മുകേഷിനെ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, ജനപ്രതിനിധികൾ, PC വിഷ്ണുനാഥ്, ഞങ്ങൾ കഴിക്കാൻ പോയപ്പോഴത്തേക്കും പഴയിടത്തിൻ്റെ അവിടെ കഴിക്കാൻ പോയപ്പോൾ അവിടെ PC വിഷ്ണുനാഥും ഒരു സംഘം ശ്രീജ ആദ്യം ഇവിടെ വന്നിട്ട് പോയ ഏക സ്ഥലം പഴയിടമാണ്. കാരണം ശ്രീജ വന്നപ്പോഴേ, അതായത് നമ്മൾ സാധാരണ പലപ്പോഴും ഈ ഡൽഹിയിലേക്ക് പോകുന്ന ആൾക്കാർ, ഞാൻ ഡൽഹിയിലേക്ക് പോയത് നമുക്കറിയാം, നമ്മൾ ഡൽഹിയിൽ പോകുമ്പോൾ ആദ്യത്തെ ദിവസം ഇവിടുന്ന് അങ്ങ് കയറി ചോറ് നിന്നിട്ടായിരിക്കും കയറുക. 2ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ സ്ഥിരം സ്വഭാവമുണ്ട്, അതായത് മലയാളിയുടെ നമുക്ക് ചോറ് കിട്ടണം എവിടെയും. അതുപോലെ തന്നെ ശ്രീജ, അതായത് ശ്രീജ കഴിഞ്ഞ കോഴിക്കോട് ഇങ്ങോട്ട് വന്നിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ പഴയിടത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പഴയിടത്തെ കണ്ടുപിടിക്കാൻ ശ്രീജ ഓടിയിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഞങ്ങൾ കണ്ടെത്തിയ റൂട്ട് മാപ്പ് പഴയിടമായിരുന്നു. പക്ഷേ ഗംഭീരമായിരുന്നു. ഇന്നലെ ഗംഭീരമായൊരു ഊണ് തന്നെയായിരുന്നു പഴയിടം ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരുന്നത്. അത്ര നല്ലൊരു ഊണ്, പിന്നെ എരിശ്ശേരി, തോരൻ, അച്ചാറ്, സാമ്പാർ, കിടുക്കൻ ഭക്ഷണമായിരുന്നു. ഇനി കുട്ടികളെ കാത്തിരിക്കുന്നത് ഇതുപോലുള്ള കിടുക്കൻ ഭക്ഷണങ്ങൾ തന്നെയാണ്. എന്തായാലും ഞങ്ങളും എന്തൊക്കെ വെറൈറ്റി ആയിരിക്കും പഴയിടം ഇത്തവണ ഒരുക്കുന്നതെന്ന് അറിയാൻ ഞങ്ങളും വളരെ ആകാംക്ഷഭരിതരാണ്. പ്രശാന്തും ഇപ്പോഴും ശ്രീജ പരിപാടി എന്തൊക്കെയാണെന്ന് ഇതുവരെ ധാരണ എത്തിയിട്ടില്ല. പക്ഷേ പഴയിടം എന്തൊക്കെ കിട്ടും എന്നുള്ളതിൽ ആകാംക്ഷയിലാണ് ശ്രീജ ഉള്ളത്. കാരണം നമ്മൾ 239 ഇനങ്ങളിലായി
10,000-ലധികം കുട്ടികൾ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത്രയധികം കുട്ടികൾ എത്തുമ്പോൾ സ്വാഭാവികമായും ഓരോ ജില്ലയിലെയും ആവേശ പോരാട്ടത്തിന് ശേഷമാണ് അവരിവിടേക്ക് എത്തുന്നത്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരിവിടേക്ക് എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാരണം പലപ്പോഴും നമുക്കറിയാം പല തർക്കങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്, അപ്പീൽ കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. ഏതായാലും അത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ള അതേ സ്ഥലത്ത് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് നമ്മുടെ ഒപ്പം നമ്മൾ നേരത്തെ ആങ്കറായി നമ്മുടെ ഒപ്പം തീരുമാനിച്ചിരുന്നത് രാജേഷ് ഉള്ളൂരാണ്. രാജേഷ് ഉള്ളൂർ ഒരുപാട് കലോത്സവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്, ഒപ്പം തന്നെ ആങ്കറിങ് ചെയ്തിട്ടുള്ള ആളാണ്. രാജേഷ്, ഗുഡ് മോർണിംഗ്. എന്താണ് താമസിച്ചത് ആദ്യം? രാജേഷ്, ഞാൻ ബൈക്ക് രാജേഷും കൂടി ഈ കലോത്സവത്തിന് നമ്മുടെ പൂരം മുന്നോട്ട് കൊണ്ടുപോകും. അതിനുശേഷം ഞങ്ങൾ ഒപ്പം ചേരും വീണ്ടും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ. അതായത് പ്രശാന്ത് പറഞ്ഞ ഒരു കണക്ക് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. കാര്യം ആദ്യം ഇന്നലെ രാത്രിയാണ് എത്തിയതിന് ശേഷം നമ്മൾ പിന്നെ ഇവിടുത്തെ ഈ എന്താ പറയുക ആ ഒരു കാലാവസ്ഥയെ പറ്റി പഠിക്കുകയായിരുന്നു. പക്ഷേ അല്പം അതായത് കുറച്ച് എത്ര കിലോ നമുക്ക് ദൂരം വരും നമ്മൾ താമസിക്കുന്ന സമയത്ത്? അപ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ പറയത്തക്ക രീതിയിലുള്ള ഒരു ട്രാഫിക്കോ അല്ലെങ്കിൽ തിരക്കുകളോ ഒന്നും ഇല്ല. എങ്കിൽ പോലും രാവിലെ വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് പെട്ടെന്ന് ലേറ്റ് ആയതാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. കോഴിക്കോടിലെ വഴികളൊക്കെ ഇടുങ്ങിയതായിരുന്നു. അത്രത്തോളം വലിയൊരു തിരക്കൊക്കെ അനുഭവപ്പെട്ടിരുന്നു. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൊല്ലത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈ ആശ്രമ മൈതാനമാണെങ്കിൽ പോലും വിസ്തൃതി വെച്ച് നോക്കുമ്പോൾ ഒത്തിരി വലുതാണ്. അപ്പോൾ അത്രത്തോളം ആളുകളെ ഉൾക്കൊള്ളാനും ഇത്രയും ആളുകൾ ഇവിടെ എത്തിച്ചേരുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്, അല്ലേ? നമ്മുടെ ക്യാമറാമാൻ അനിൽ ഇതൊന്ന് പകർത്തുമായിരിക്കും. ഒരു പക്ഷേ അതാ നോക്കുക, നമുക്ക് ഈ ഇവിടെ ഒരു പക്ഷേ ഏറ്റവും കൂടുതലും സ്പേസ് നമ്മൾ ഇത്രയും കലോത്സവത്തിൽ പോയതിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് കൊല്ലം ഈ ആശ്രമ മൈതാനം. തീർച്ചയായും. എങ്ങനെയാണ് ശ്രീജ ഈ ഇന്നലെ വന്നത് മുതലുള്ള ഒരു വൈബ് എങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്? ആൾക്കാർ നമ്മൾ ഈ കലോത്സവത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഈ എന്താണ് കപ്പ് വരുന്നതിനെ വരവേൽക്കാനായിട്ട്, സ്വർണ്ണക്കപ്പിനെ വരവേൽക്കാൻ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ വഴിയിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്, ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ഒരു ആകാംക്ഷയും ഒരു സന്തോഷവും ഒക്കെ കൊച്ചു കുട്ടികളടക്കം ഡ്രംസ് ഒക്കെ വായിച്ചുകൊണ്ട് അത്രത്തോളം ആവേശത്തോടു കൂടി അവർ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ജനപങ്കാളിത്തം നമുക്കൊന്നും പറയാനായിട്ടില്ല. എനിക്ക് തോന്നുന്നു മത്സരങ്ങളൊക്കെ 10 മണിക്ക് ഉദ്ഘാടനത്തിന് ശേഷമല്ലേ തുടങ്ങുള്ളൂ. അതിന് ശേഷമായിരിക്കും കൊല്ലം ഇതെങ്ങനെയാണ് സ്വീകരിക്കുക എന്ന് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ശ്രീജിയുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. എന്ത് ആവശ്യം നോക്കിയാൽ പുതിയ ഡ്രസ്സ്, പുതിയ കമ്മല് എല്ലാം ഇട്ടുകൊണ്ട് അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും വരുന്ന വിദ്യാർത്ഥികളെയും അതെ അതിൽ കൃത്യമായി തന്നെ അത് ക്യാമറയിൽ പകർത്തുന്നുമുണ്ടല്ലോ, അല്ലേ? ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക തയ്യാറെടുപ്പ് ചെയ്തിട്ടാണ് ശ്രീജ വന്നിരിക്കുന്നത്. എന്തായാലും ഞാൻ പക്ഷേ ഒരു പുതിയ ഷർട്ടൊക്കെ തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. എനിക്ക് പോലും പിന്നെ ഇത്ര രീതിയിൽ ഒരുങ്ങാൻ പറ്റിയില്ല. എന്നാലും നമുക്ക് പിന്നെ ഈ കൊല്ലത്തെ കലോത്സവത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷേ കലയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ നമ്മളുണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ നമ്മുടെ റിപ്പോർട്ടേഴ്സും കൂടെ ഒപ്പം ചേർന്നിട്ടുണ്ട്. എന്തായാലും ഐശ്വര്യയിലേക്ക് പോവുകയാണ്. ഐശ്വര്യയും പ്രശാന്തും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. പ്രശാന്ത്, ഇന്നത്തെ മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? പ്രധാനപ്പെട്ട ഇനങ്ങൾ തന്നെയാണ് ഇനിയിപ്പോൾ ഈ കലോത്സവ വേദിയിലേക്ക് എത്തുക. നമുക്ക് സാധാരണ നമ്മൾ എല്ലാ കലോത്സവത്തിനും ചെയ്യുന്ന ഒരു കാര്യമാണ് പുതിയ ആൾക്കാരെ കലോത്സവ വേദികൾ പരിചയപ്പെടുത്തുക, അവരെ റിപ്പോർട്ടിങ്ങിൻ്റെ പുതിയ സാധ്യതകളിലേക്ക് കൊണ്ടുവരിക. അതിന് അവർക്ക് അവരുടെ തനതായ എഴുത്തും അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് സംവിധാനങ്ങളും ആ ഒരു മേഖലയിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായി ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്ഥലം കലോത്സവമാണ്. ആ കലോത്സവ വേദിയിലേക്ക് നമ്മൾ 2 പേരെ ഇത്തവണ പുതുതായി ഒരു കലോത്സവ വേദിയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരാൾ നമുക്ക് സ്ഥിരമായി പരിചയമുള്ള ആളാണ് ഐശ്വര്യ ആങ്കറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐശ്വര്യക്ക് ഒരു പുതിയ രംഗത്തേക്ക് ഒരു രീതി ആയിരിക്കില്ല. ഐശ്വര്യക്ക് അഭിരാമി പുതിയ ആളാണ്, അഭിരാമിയുടെ നാടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ അതിഥികളായി എത്തുകയാണ്. അഭിരാമിയുടെ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ കൊല്ലത്ത് എത്തിയിട്ടുള്ളത്. കാരണം അഭിരാമി നമുക്ക് കൊല്ലത്ത് നിന്ന് കല ഒപ്പം തന്നെ എന്തൊക്കെ തരും എന്നുള്ളതാണ് നമുക്കറിയാനുള്ളത്. എങ്ങനെയുണ്ട് കൊല്ലം? അതിനൊട്ടും ഒരു സംശയം വേണ്ട. ഞങ്ങൾ കൊല്ലത്തെ ആൾക്കാർ നല്ല സന്തോഷത്തോടു കൂടിയാണ് ഈ കലോത്സവ മാമാങ്കത്തെ ഏറ്റെടുക്കുന്നത്. ഒരു സംശയവും വേണ്ട. ഇന്നലെ തന്നെ കണ്ടില്ലേ ഇവിടെ എത്ര ആൾക്കാരാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നു മുതൽ 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെയുള്ള ആൾക്കാർ വരുന്ന കുട്ടികളെയായാലും രക്ഷകർത്താക്കളെയായാലും ബാക്കി എല്ലാ ക്രമീകരണങ്ങളും നല്ല രീതിയിൽ ഏർപ്പെടുത്തി ജനങ്ങളെ അത്രത്തോളം സന്തോഷരാക്കിയിട്ട് മാത്രമേ ഇവിടുന്ന് വിടുകയുള്ളൂ. ഇന്നിപ്പം ഇവിടെ 1ാമത്തെ വേദിയിൽ സംഘനൃത്തം അടക്കമുള്ള പ്രധാന ഇനങ്ങൾ ഇന്ന് നടക്കാനുണ്ട്. അതിനൊക്കെ ഏറ്റവും മികച്ച ജനപ്രീതിയായിരിക്കും ലഭിക്കുക. കാരണം എന്ന് വെച്ചാൽ സംഘനൃത്തത്തിനൊക്കെ എല്ലാ കലോത്സവത്തിലും കാണുന്നത് പോലെ തന്നെ മികച്ച ഒരു അനുഭവം തന്നെയായിരിക്കും ലഭിക്കുക. പല പ്രമുഖ ചോദിച്ചത് ഇവിടെ എന്തൊക്കെ സംഭവിക്കും നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് ഈ സ്വാഭാവികമായിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ കലോത്സവം കുറെ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്കറിയാം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്. ഞാൻ ചോദിച്ചത്
അഭിരാമി കൊല്ലത്ത് നിന്ന് കലയോടൊപ്പം എന്തൊക്കെ തരാൻ പറ്റുമെന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് എനിക്കായിട്ടൊന്നും തരാനില്ല, ഇവിടെ ഉള്ളതൊക്കെ സ്നേഹം മാത്രം. ഇതാണ്, അതായത് അഭിരാമി സാധാരണ നമ്മളോടൊപ്പം അവിടെ ഓഫീസിലൊക്കെ പറയുന്ന അതേ നിലവാരത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതായത് പറ്റിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അല്ല, ഐശ്വര്യയുടെ അനുഭവം കൂടി, കാരണം ഐശ്വര്യ വന്നേ ഉള്ളൂ. കലോത്സവത്തിൻ്റെ ഒരു ചൂടിലേക്ക് ഐശ്വര്യ മാറാൻ പോകുന്നേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ കലോത്സവം ഇന്നിപ്പോൾ ഈ 10 മണിക്ക് ശേഷം 11 മണിയോടുകൂടിയാണ് ആദ്യത്തെ പരിപാടികൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് അതിനുശേഷം മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഐശ്വര്യയുടെ ഒരു പ്രതീക്ഷ കലോത്സവം? എന്നെ സംബന്ധിച്ച് ഞാൻ തിരശ്ശീലയ്ക്ക് പിന്നിലായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ മുന്നിലേക്ക് വരുന്നത്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലം ഒരുങ്ങിക്കഴിഞ്ഞു. ശരിക്കും നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. അതിൻ്റെ കാരണമുണ്ട്. കഴിഞ്ഞ കലോത്സവം, കോഴിക്കോട് കലോത്സവത്തിന് നടന്ന കലോത്സവ സമയത്ത് മികച്ച ക്യാമറാമാനുള്ള പുരസ്കാരം ലഭിച്ചത് നമ്മുടെ അമൃത ടിവിക്കാണ്. നമ്മുടെ രാജേഷ് താവലോടിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഞാൻ രാജേഷിനോട് പറഞ്ഞിട്ടില്ല അങ്ങോട്ടേക്ക് പോകും എന്നുള്ളത്. ആദ്യം രാജേഷിനോട് പോവാം. രാജേഷേട്ടാ, രാജേഷേട്ടൻ ഇന്ന് അവാർഡ് വാങ്ങാൻ പോവുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് അവാർഡ് കൊടുക്കുന്നത്. 4 മണിക്കാണ് ചടങ്ങ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉത്രയുടെ സ്റ്റോറി ചെയ്തിട്ടാണ് രാജേഷേട്ടന് അവാർഡ് കിട്ടിയത്. നമ്മുടെ ക്യാമറ സംഘം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്നിൽ പിന്നിലുള്ളത് ആദർശേട്ടനാണ്. ടീമംഗം ബിജുവേട്ടനാണ്. ബിജുവേട്ടൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് രാജേഷേട്ടൻ ചോദിക്കാം, രാജേഷേട്ടാ സമ്മാനം കിട്ടും, ചെലവുണ്ട്, എന്താണ്? അപ്പോൾ ഇന്ന് അവാർഡ് വാങ്ങാൻ പോവല്ലേ? ഇന്ന് അവാർഡ് വാങ്ങാൻ പോവാണ്. എന്താണ് പ്രതീക്ഷ? എനിക്ക് പുറമെ സംസാരിക്കണമെന്ന് അറിയത്തില്ല. അതിലെ കാര്യം രാജേഷേട്ടനോട് പറഞ്ഞിട്ടില്ല. വളരെ പെട്ടെന്ന് ഞാൻ പിടിച്ച് നിർത്തിയതാണ്. അതിൻ്റെ ഒരു ആശങ്കയുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ റിപ്പോർട്ടർമാരും അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ ടീം അംഗങ്ങളും നമ്മുടെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും എല്ലാവരും റെഡിയാണ് നമ്മളോടൊപ്പം കൂടെ സഹകരിക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ONV സ്മൃതിയിലാണ്. ഇതാണ് ഏറ്റവും വലിയ മെയിൻ ആയിട്ടുള്ളൊരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഏറ്റവും ഗ്ലാമർ ഇനങ്ങൾ നടക്കുന്നതും ഇവിടെ തന്നെയാണ്. എല്ലാ ഗ്ലാമർ പോരാട്ടങ്ങളും നടക്കുന്നത് ഈ ONV സ്മൃതിയിൽ തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ പവലിയൻ തൊട്ടടുത്താണ്. നമുക്ക് എല്ലാ മെയിൻ ഐറ്റങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാവരും നിങ്ങളിലേക്ക് മികച്ച അനുഭവങ്ങൾ എത്തിക്കാനായി നമ്മളെല്ലാം സജ്ജമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പരിപാടികൾ കൂടി പറഞ്ഞു പോകേണ്ടി വരും. കാരണം വെച്ചാൽ നേരത്തെ പിന്നെ ശ്രീജ ചോദിച്ച പോലെ ഏതൊക്കെ പരിപാടി ഉണ്ടെന്നുള്ളത് സ്വാഭാവികമായും ആളുകൾക്കെല്ലാവർക്കും പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയേണ്ടതാണ്. അത് 1-ാം വേദിയിൽ മോഹിനിയാട്ടത്തോടു കൂടിയാണ് നമ്മളെ പരിപാടികൾ ആരംഭിക്കുന്നത്. സംഘനൃത്തമുണ്ട് 1-ാം വേദിയിൽ. അതുപോലെ തന്നെ മറ്റ് വേദികളിലേക്ക് വരുമ്പോൾ മാർഗം കളിയുണ്ട്, കുച്ചിപ്പുടിയുണ്ട്, അതുപോലെ തന്നെ ഭരതനാട്യമുണ്ട്. മറ്റ് ചില വേദികളിൽ എഴുത്ത് ഉൾപ്പെടെയുള്ള ചില ഇതിൻ്റെ കലോത്സവത്തിൻ്റെ മാറ്റുകൂട്ടുന്ന അത്തരം ചില കാര്യങ്ങൾ. കാരണം സർഗാത്മകത എല്ലാവരും പുറത്തേക്ക് വെക്കുന്നത് ഒരിക്കലും ഈ ഡാൻസ് പാട്ടും അതിനപ്പുറത്തേക്ക് ഇത്തരം എഴുത്തുകാരും, നമുക്കറിയാം ചെറിയ എഴുത്തുകാർ, കുട്ടി എഴുത്തുകാരൊക്കെ തന്നെ അവരുടെ ഒരു തുടക്കം കലോത്സവമാണ്. അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളുണ്ട്. ഒപ്പം തന്നെ മറ്റ് കഥകളി അടക്കമുള്ള ചില ഇനങ്ങളും എല്ലാം തന്നെയുണ്ട്. ഇങ്ങനെ വിവിധ ഇനങ്ങൾ, അതായത് ഒരുപക്ഷെ ഈ കലോത്സവത്തിൻ്റെ തുടക്കത്തിലുള്ള ഗ്ലാമർ ഇനങ്ങളൊക്കെ തന്നെ ഇന്ന് ഈ വേദികളിലേക്ക് എത്തുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ശ്രീജയിലേക്കൊക്കെ തന്നെ പോകാം. കാരണം ശ്രീജക്കും രാജേഷ് ഉള്ളൂരിനും കുറച്ച് കാര്യങ്ങൾ കൂടി, കാരണം അവർ കുറേ കലോത്സവങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളായതുകൊണ്ട് അവർക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ടാവും. രാജേഷ് കുറച്ചുകൂടി വിശദീകരിക്കും. താങ്ക് യു പ്രശാന്ത്. നമുക്കറിയാം ഏറ്റവും ഒരു മഹാമേളയാണ് കൊല്ലത്ത് നടക്കുന്നത്. ഒരു ആവേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ഭൂരിഭാഗം കലോത്സവത്തിലും ഞാനും ശ്രീജയെ ഉണ്ട്. അല്ല, ഞാൻ വന്നിട്ട് കുറച്ച് നാളായെങ്കിൽ പോലും അമൃതയ്ക്കൊപ്പം ശ്രീജ ഉണ്ട് എന്ന് പറയുന്ന കാര്യം വളരെ സന്തോഷം. ഇവിടുത്തെ സുരക്ഷാ കാര്യങ്ങൾ, മറ്റ് പ്രത്യേകതകളൊക്കെ നമുക്ക് തുടക്കത്തിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം അറിയാമല്ലോ, ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഈ വേദിയിൽ എത്തുന്നത്, ആയിരക്കണക്കിന്. അതെ, ഒരുക്കം എന്ന് പറയുമ്പോൾ അത് തന്നെ ആയിരിക്കുമല്ലോ. നമ്മൾ എല്ലാ രീതിയിലും എല്ലാ ആൾക്കാരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു സാധനം കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്രത്തോളം ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നുന്നു പോലീസുകാർക്ക് വലിയൊരു റോൾ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? പിന്നെ അതറിയാൻ ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് തന്നെ കാണുന്നുണ്ട്. വളരെ ടെൻഷനാണ് അവർക്ക്. എങ്ങനെ ഈ തുടക്കം, അതെ അവിടെ തന്നെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവരെല്ലാം ഒരു അതെ എങ്ങനെയാണ് ഇവർക്ക് ഇവിടുത്തെ ക്രമസമാധാന നില കൊണ്ടുപോകണം എന്നുള്ള രീതിയിലുള്ള നേരത്തെ ഒരു പ്ലാനിംഗ് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ഒരു തുടർച്ചയുടെ ഭാഗമായിട്ട് രാവിലെ തന്നെ അതിൻ്റെ DYSP റാങ്കിലുള്ള എല്ലാ ആൾക്കാരും നേരിട്ട് എത്തിയിട്ടുണ്ട്. ഡ്രോൺ തീർച്ചയായിട്ടും എന്തായാലും ഒരു സുരക്ഷയുടെ കാര്യത്തിൽ പറയുമ്പോൾ പ്രത്യേകിച്ച് അവർ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. ഏതൊക്കെ ക്രമീകരണങ്ങളാണ് ഇത് നടത്തിയിരിക്കുന്നത്. നമസ്കാരം സാർ. നമുക്ക് ഇവിടുത്തെ അറിയാലോ, ഈ ഏഷ്യയിലെ ഏറ്റവും വലിയൊരു കലാമാമാങ്കമാണ് നടത്തുന്നത്.
സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള ഒരു എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ താൽക്കാലികമായിട്ടല്ല, ഇനിയിപ്പോൾ താൽക്കാലികം എന്ന് പറഞ്ഞിട്ട് വലിയ പ്രസക്തിയില്ല, എന്തൊക്കെ ആയിട്ടുണ്ട്, ആരെങ്കിലും ഇതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായി. അപ്പുറത്ത് അവിടെ ബ്രീഫിംഗ് അവിടെ നടക്കുന്നുണ്ട് അതിനകത്ത് ശരിയാണ്. അവർ പറയുന്ന കണക്ക് നമുക്ക് ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോയാൽ വളരെ നന്നായിരിക്കും തോന്നുന്നു. അതായത് എല്ലാ കേഡറ്റ്സ് വിഭാഗത്തിലെയും പോലീസുകാരെ പിന്നെ അവർക്ക് രാവിലത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനല്ല, അവരുടെ ഡ്യൂട്ടീസ് എല്ലാം വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നടക്കുകയാണ്. സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാം കളറാകട്ടെ. ഇനി അല്പസമയം മാത്രമാണ് ഉദ്ഘാടനത്തിനുള്ളത്. പിന്നീട് കുട്ടികളുടെ ഒരു കലോത്സവ ലഹരിയിലേക്ക് കൊല്ലം മാറുകയാണ്. ആ ഒരു വൈബിന് വേണ്ടിയാണ് നമ്മളെല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. ഈ കലോത്സവ നഗരിയിൽ നിന്നും രാജേഷ് ഉള്ളൂരും ശ്രീജയും പ്രശാന്തും ഒക്കെ ചേരുന്നുണ്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ. അവരിലേക്ക്. നഗരിയിലേക്ക് കൊല്ലം ആശ്രമം മൈതാനത്ത് ഇനി ആവേശത്തിൻ്റെ മണിക്കൂറുകളാണ്. ശ്രീജ, നമുക്ക് ഈ രാവിലെ പങ്കുവയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ രാവിലെ കുറച്ച് ചളവൊക്കെ പറഞ്ഞ് അത്യാവശ്യമൊക്കെ ആൾക്കാർക്ക് ബോറടിപ്പിക്കുന്ന രീതിയിലായി. പക്ഷേ ബോറടിപ്പിക്കില്ല, ഞാൻ തമാശ പറഞ്ഞു, എന്നാലും പറയുകയാണ്. അതെ, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയെന്നാണ് നമ്മുടെ വിശ്വാസം. പ്രസാദും അഭിരാമി അതോടൊപ്പം തന്നെ ഐശ്വര്യമൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇതുവരെയും എന്താണ് നമ്മുടെ ഈ ആ വൈബ് അനുസരിച്ചുള്ള ആൾക്കാർ ഇതുവരെയും രാവിലെ എത്തിച്ചേർന്നിട്ടില്ല. സ്വാഭാവികമായും ഉദ്ഘാടനം 10 മണിക്കാണ്. അപ്പോൾ മുഖ്യമന്ത്രി എത്തുന്നു, ഉദ്ഘാടന ചടങ്ങ് കുറച്ചു നേരം സ്വാഭാവികമായും നീളും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും മത്സരം. കുട്ടികളൊക്കെ ഇപ്പോൾ എന്തായാലും രാവിലെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസിനേക്ക് അത് ബാധിക്കുമല്ലോ. അപ്പോൾ ഫുൾ തയ്യാറെടുപ്പോടുകൂടി അവരെന്തായാലും ആ മത്സര സമയത്ത് മാത്രമേ എത്തുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്ന് 59 ഇനങ്ങളിൽ മത്സരമുണ്ട് എന്ന് തോന്നുന്നു. എല്ലാ ഐറ്റവും ഇന്ന് ഏകദേശം ഉണ്ട്. സംഘനൃത്തം, കഥകളി, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, അങ്ങനെ എനിക്കൊന്ന് മോഹിനിയാട്ടം ഇല്ലാന്ന് തോന്നുന്നു, അങ്ങനെ റബനമുട്ട്, എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ, പദ്യം ചൊല്ലൽ. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഓരോ വേദികളിലേക്ക് ആ വേദികളിൽ അതിനനുസരിച്ച് ടേസ്റ്റുള്ള ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മൾ കോഴിക്കോട് കണ്ട ഒരു വൈബ് എങ്ങനെയായിരുന്നു. പക്ഷേ അന്ന് അവിടെ രാവിലെ മുതലേ തന്നെ ആൾക്കാർ ഇതെന്താണ് ഈ കലോത്സവം, ഏഷ്യയിലെ ഏറ്റവും ഒരു മാമാങ്കത്തെ കണ്ടറിയാൻ കേട്ടറിയാൻ ഒക്കെ അത്രയ്ക്ക് ആൾക്കാർ രാവിലെ മുതൽ എന്താണെന്ന് അറിയാൻ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. അല്ലേ ശരിക്കും പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ ഏറ്റെടുക്കുകയാണ്. ശരിക്കും ഈ കലോത്സവം കാണുന്നതിലുപരി അവർ ഈ പവലിയനിലൊക്കെ മുന്നിൽ കൂടി നടക്കുകയും ആളുകളിലേക്ക് മീഡിയയിലൊക്കെ ആണെങ്കിൽ പോലും അവരോടും ഒക്കെ തന്നെ അത്രയും സൗഹാർദ്ദത്തോടു കൂടി അവർ ഇടപഴകുകയും ഒക്കെ ചെയ്യുന്ന കണ്ടു. ഒരു കോഴിക്കോട് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വൈബ് തന്നെ, അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് കൊല്ലംകാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് അടക്കം ഒരുപാട് പേരുണ്ട്. അപ്പോൾ അഭിരാമി അടക്കം സുജിത്ത് അടക്കമുള്ള കൊല്ലംകാരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് ഈ കൊല്ലത്തെ പറ്റി നമ്മളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കൊല്ലത്തെ പറ്റി ഇങ്ങനെ മോശമായി സംസാരിക്കരുത്, ഞങ്ങൾ കിടുക്കൻ ജില്ലയാണെന്നൊക്കെയാണ്. അല്ല, അതിനൊരു ചൊല്ലുണ്ടല്ലോ, കൊല്ലം കണ്ടവനില്ല വേണ്ട എന്ന് തന്നെയാണ്. അപ്പോൾ ഇനി ഇല്ലത്തിലേക്ക് പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിക്കും. എന്തായാലും ഞങ്ങൾ 9-ാം തീയതി അല്ല 8-ാം തീയതി വരെ ഞങ്ങൾ ഇല്ലത്തിൽ പോകുന്നില്ല. എല്ലാ ഇതിൻ്റെ ഈ കലാമേളയുടെ എല്ലാ ആവേശവും പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുന്നതാണ്. അതോടെ യൂട്യൂബിലും ഈ വിഷയങ്ങൾ കൃത്യമായി കാണാവുന്നതാണ്. എല്ലാ വേദികളിലും നമ്മൾ തത്സമയം ഓരോ ആവേശവും നമ്മളിലേക്ക് എത്തിക്കും അല്ലേ ശ്രീജ? അതെ, തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് യൂട്യൂബ് ഉള്ളത് കൊണ്ട് തത്സമയം ഏതൊക്കെ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്, ആ പിള്ളേരുടെ പെർഫോമൻസ് ഒക്കെ നമുക്ക് തത്സമയം കാണിക്കാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം സ്വാഭാവികമായും ഉണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ സാംസ്കാരിക നായകന്മാരുടെ പേരാണ് ഈ ഓരോ ഓരോ വേദികൾക്കും നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മുടെ പ്രധാന വേദി ONVയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ നടൻ ജയൻ, കുണ്ടറ ജോണി, അങ്ങനെ നമ്മുടെ ഈ പല മേഖലകളിലുള്ള പന്മന രാമചന്ദ്രൻ അടക്കം പല മേഖലകളിലുള്ള സാംസ്കാരിക നായകന്മാർ അവരുടെയൊക്കെ പേര് കൊണ്ട് ആ ഒരു എനിക്ക് തോന്നുന്നു നദികളുടെ പേരായിരുന്നു അല്ലേ കോഴിക്കോട് നമ്മൾ കണ്ടത്. ഇവിടെ പക്ഷേ കൊല്ലംകാർ തന്നെ ആയിട്ടുള്ള സാംസ്കാരിക നായകന്മാരുടെ ഒരു പേരാണ്. അതൊരു ഹരിത കലോത്സവം കൂടിയാണ് ഇത്തവണ. അതെല്ലാ തവണത്തെ പോലെ ഇത്തവണ അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പം ഇനി അടുത്ത നമുക്ക് ഇതിൻ്റെ ഈ ഒരു കലോത്സവത്തിൻ്റെ ആവേശത്തിലേക്ക് കുറച്ചുകൂടി പോകേണ്ടതുണ്ട്. കാരണം അവിടെ നിന്ന് ഐശ്വര്യ തന്നെ ചിരിക്കുന്നുണ്ട്. ഐശ്വര്യയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാകും. ഐശ്വര്യ, എന്തൊക്കെയാണ് നമുക്ക് ഈ രാവിലത്തെ ഈ ഒരു വൈബിൽ പറയാൻ പറ്റുന്നത്? കാരണം കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യ ആദ്യമായിട്ടാണോ വരുന്നത്? അല്ലല്ലോ. അതെ, ഐശ്വര്യയുടെ ആദ്യ കലോത്സവമാണ്. ആ ഒരു തുടക്കക്കാരി, ഒരു കന്യക്കാരിയുടെ ഒരു എല്ലാ ആവേശവും ഉൾക്കൊണ്ടാണ് ഐശ്വര്യ നിൽക്കുന്നത്. ഐശ്വര്യ പറഞ്ഞോളൂ, എന്താണ് ഇത് ആദ്യമായി ഒരു കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വരുന്നതിൻ്റെ ഒരു ആവേശം എത്രത്തോളമുണ്ട്? എന്താണ് ഐശ്വര്യയുടെ മനസ്സിലുള്ളത്?
ഇപ്പോൾ അതാണ് അവസ്ഥ. ഇനി കൊല്ലം കണ്ടവന് 5 ദിവസത്തേക്ക് ഇല്ലം വേണ്ട. കാരണം കലാമേളയാണ്, ഒരു കൗമാര കലയാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ONV സ്മൃതിയിലാണ്. ഇവിടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 14,000-ഓളം കുരുന്നുകളാണ് ഇവിടെ കലോത്സവത്തിന് മാറ്റുരയ്ക്കാൻ എത്തുന്നത്. ഹരിത പ്രോട്ടോകോൾ പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പ്ലാസ്റ്റിക് വിമുക്ത കലോത്സവം, അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ശ്രീജയും ഉള്ളൂരും പറഞ്ഞതുപോലെ എന്നെ സംബന്ധിച്ച് എൻ്റെ കന്നി കലോത്സവമാണ്. അതിൻ്റെ എല്ലാ ആവേശവും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഒരു ത്രില്ലും എനിക്കുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. രാവിലെ ഇവിടെ 6 മണിക്ക് നമ്മൾ എത്തിയ സമയത്തേക്കും ഇവിടെ എല്ലാവരും ആവേശത്തിലാണ്. ഈ രാവിലെ തന്നെ എല്ലാവരും ആഘോഷത്തിലാണ്. നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം. ആദർശേട്ടാ, നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാം. കാരണം രാവിലെ തന്നെ കർമ്മനിരതരായി നമ്മുടെ ചേട്ടന്മാരെല്ലാം ജോലിക്കുണ്ട്. പ്ലാസ്റ്റിക് എല്ലാം പെറുക്കി ഇവിടെ വൃത്തിയാക്കി ഇടാനായിട്ട് അവരെല്ലാം തന്നെ സജ്ജമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊല്ലത്തെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാം നന്നായി തന്നെയാണ് നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് എല്ലാ മാധ്യമപ്രവർത്തകരും ഇവിടെയുണ്ട്. മൊത്തം മാധ്യമപ്രവർത്തകരാണ്. അതുപോലെ തന്നെ ഇവിടെ വ്യായാമത്തിനായി വരുന്ന ആളുകളും ഈ ഒരു കലോത്സവം കണ്ട്, ഈ ഒരു അന്തരീക്ഷം കണ്ട് ഇങ്ങനെ നോക്കി പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്കൊപ്പം KK പ്രശാന്തും കൂടി ചേരുകയാണ്. അഭിരാമിയും ഉണ്ട്, രണ്ടുപേരുമുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ KK പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ കലോത്സവമല്ല, ഒരുപാട് കലോത്സവങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു അനുഭവമുണ്ട്. അപ്പോൾ KK പ്രശാന്ത് ഇപ്പോൾ കൂടെയുണ്ട്. പ്രശാന്ത് ഏട്ടാ, എന്താണ് ഇനിയിപ്പോൾ നമുക്ക് ഉന്നത ഉദ്ഘാടനമാണ് നടക്കാനുള്ളത്. അത് കഴിഞ്ഞ് ഓരോരോ മത്സരങ്ങൾ തുടങ്ങും. എന്താണ് ഇത്രയും വർഷം കലോത്സവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോർഡിനേറ്ററാണ്, പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. പുള്ളിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണ് ഇനി പറയാനുള്ളത്? എനിക്ക് ശരിക്കും വലിയ സന്തോഷമുണ്ട് രാവിലെ. കാരണം നമുക്ക് ചില സാങ്കേതികപരമായ എപ്പോഴും ഉണ്ടാകാറുള്ള ഒരു സാങ്കേതിക, പക്ഷേ നമ്മൾ അതിനെ മറികടക്കാനുള്ള ഒരു സംവിധാനം, ഒപ്പം തന്നെ ഞാൻ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് ഐശ്വര്യ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. കാരണം സ്വാഭാവികമായി ഐശ്വര്യ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് ഐശ്വര്യ ഇതിന് പുറകിൽ നിന്ന് നിയന്ത്രിച്ച ആളാണ്. പുറകിൽ നിന്ന് നിയന്ത്രിക്കുന്ന ആൾ വളരെ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അത്ര എളുപ്പമാവില്ല കാര്യങ്ങൾ, പക്ഷെ അത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഈ കലോത്സവത്തിന് കൊല്ലത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കാരണം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന്, അതായത് കലയുടെ ഇല്ലത്ത് നിന്ന് തന്നെ വേണമെങ്കിൽ വന്ന് പറയാം, കോഴിക്കോട് നിന്ന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം കൊല്ലംകാർ ഇതിനെ ഏറ്റെടുക്കുന്നതാണ് അതിപ്പോൾ ഇനി വരുന്ന മണിക്കൂറുകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ 2008 കൊല്ലത്ത് ഏറ്റവും ഒടുവിൽ കലോത്സവം നടക്കുന്നത്. ആ സമയത്ത് 8 വയസ്സുള്ള ഒരാളാണ് ഇന്ന് സ്വന്തം നാട്ടിൽ കലോത്സവം റിപ്പോർട്ട് ചെയ്തെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 8 വയസ്സ്, എനിക്ക് ഓർമ്മ പോലും ഇല്ല അന്നത്തെ കലോത്സവം എന്താണെന്നുള്ളത്. കലോത്സവത്തിന് മുമ്പ് പങ്കെടുത്തിട്ടുണ്ടെന്നല്ലാതെ 2008 കൊല്ലത്ത് നടന്നൊരു കലോത്സവത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ബോധം അന്ന് ഉണ്ടായിരുന്നില്ല. അതിന് കലോത്സവത്തിന് മുമ്പ് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇന്നത് റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എൻ്റെ നല്ലൊരു അവസരമാണിത്. നീ വീട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോൾ എന്താ അവർ പറഞ്ഞത്? വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമാണ്. സ്വന്തം നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്കും ഒരു അഭിമാനമാണ്, എനിക്കൊരു അഭിമാനമാണ്. എന്നെ കൊണ്ട് പരമാവധി ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ഇവിടെ ചെയ്യും. കൊല്ലത്ത് വെച്ച് എന്താണ് എന്നുള്ളതെല്ലാം നമുക്കിനി കണ്ടറിയാം. സാധാരണ എൻ്റെ നാട്ടിൽ ഞാൻ കലോത്സവം നടക്കുകയാണെങ്കിൽ എൻ്റെ നാട്ടിൽ നിന്നാവുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ നമ്മളെ കാണാൻ വരും. അവർ വെറുതെ വരികയല്ല ചെയ്യുക. അപ്പൊ ഒന്നെങ്കിൽ അവർ വീട്ടിൽ അവരെ അല്ല, അതാണ് അത് നമുക്ക് അറിയണം. പ്രതീക്ഷ ഈ വാഗ്ദാനം മാത്രമായി അത് ഒതുങ്ങരുത് എന്നുള്ള ശരിയല്ല. ശരിയാണ്. എന്താണ് വീട്ടുകാരൊക്കെ ഇന്നലെ അച്ഛൻ വന്നു മോളെ കണ്ടു, മോളെ കൂട്ടിക്കൊണ്ട് പോയി. അതായത് അവിടുന്ന് നമുക്ക് തന്നൊരു സാധനം വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ്. കൊണ്ടുപോയി. കാരണം വന്നു, മോളെ കണ്ടു, നമ്മളെ കണ്ടു, പരിചയപ്പെട്ടു, എല്ലാം കഴിഞ്ഞ് മോളെ വിളിച്ചോണ്ട് പെട്ടി കിടക്കേണ്ടി പോവുകയും ചെയ്തു. ഇനി 5 ദിവസം ഇല്ലേ, ഇനി അച്ഛൻ വരും, അമ്മ വരും, എല്ലാരും വരും. ഏതായാലും ഇതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. കാരണം അഭിരാമി നമുക്ക് ഒരുപക്ഷെ അത്തരം ഒരാൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവണം നിർബന്ധമില്ല. കാരണം വെച്ചാൽ 8ാമത്തെ വയസ്സിൽ സ്വന്തം ജില്ലയിൽ കലോത്സവം നടന്ന ശേഷം അതേ കലോത്സവം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി ഒരു കലോത്സവം അതിന് വർഷങ്ങൾക്ക് ശേഷം 15 വർഷത്തിന് ശേഷം ആ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ ജീവിതത്തിൽ എല്ലാ കാലവും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഇനി എത്ര വർഷം കഴിഞ്ഞ് കൊല്ലത്തേക്ക് കലോത്സവം എത്തുമെന്നൊക്കെ പറയും. കാരണം 15 വർഷത്തെ ഇടവേളയുണ്ട്. അതുകൊണ്ട് തന്നെ അഭിരാമിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലോത്സവമായി ഇത് മാറുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം 8ാമത്തെ വയസ്സിൽ ഈ സ്കൂൾ മുറ്റത്ത് പിച്ച വെച്ച് നടക്കുന്ന ഒരു പ്രായം, ആ പ്രായത്തിൽ കലോത്സവം കണ്ട ഓർമ്മ പോലും ഇല്ലാത്ത ഒരാൾ സ്വന്തം ജില്ലയിൽ നിന്ന് വരുമ്പോൾ ഒരു തിരുത്തുണ്ട്. എന്നറിയാമോ, ഇപ്പോൾ 8ാം വയസ്സിൽ ഇവിടെ കലോത്സവം നടക്കുന്നു 2008. പക്ഷേ ഈ ഒരു കുരുന്ന് സംസ്ഥാന കലോത്സവത്തിൽ വേറെ പങ്കെടുത്തിട്ടുണ്ട്. അല്ലാതെ സംസ്ഥാന കലോത്സവത്തിൽ കണ്ണൂർ വെച്ച് നടന്ന കലോത്സവത്തിലായിരുന്നു, സംഘനൃത്തത്തിലാണ് ഞാൻ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ സംഘനൃത്തം
ഇന്ന് അരങ്ങേറുമ്പോൾ അവരെക്കാട്ടി എക്സൈറ്റഡ് ആണ് ഞാൻ. അന്ന് കളിച്ച അതേ ഒരു വൈബായിരിക്കും ഇന്ന് ആൾക്കാർ സംഘനൃത്തത്തിന് കൊടുക്കും. ഞാൻ എന്തായാലും സംഘനൃത്തം ആരെ ഏൽപ്പിക്കും എന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. സംഘനൃത്തം ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളെ നമുക്ക് ഒന്നാമത്തെ വേദിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഉള്ള ഇടമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾ. അതുകൊണ്ട് തന്നെ വീണ്ടും കലോത്സവത്തിലേക്കാണ്. പ്രശാന്തുണ്ട് കലോത്സവ വേദിയിൽ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ. ഒപ്പം അമൃത TV എന്തൊക്കെയാണ് പ്രേക്ഷകർക്കായി ഒരുക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പ്രശാന്തിലേക്ക്. നമുക്കൊപ്പം ഇപ്പോൾ മംഗലം കളി, കാരണം കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാന കല കൂടിയാണ്, ഗോത്രകലയാണ്. സാധാരണ ഈ കലോത്സവങ്ങളിൽ അത്ര ഇത്തരം ഗോത്രകലകൾ അങ്ങനെ വരാറില്ല. അടുത്ത തവണ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണെങ്കിൽ സർക്കാർ തീരുമാനിച്ചിരുന്നത് മംഗലം കളി അടുത്ത തവണ ഇതിനൊരു മത്സര ഇനമായി തന്നെ കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇതിപ്പോൾ കാസർഗോഡ് നിന്നുള്ള കുട്ടികളാണ്, ഇവരാണ് ഇന്നിപ്പോൾ ഈ ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി മംഗലം കളി അവതരിപ്പിക്കുന്നത്. അവർ വലിയ ആവേശത്തിൽ തന്നെയാണ്, കാരണം കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നത് അതേ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന വേദിയിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ എത്രത്തോളം ആവേശമുണ്ട്? നല്ല ആവേശമുണ്ട്. ഇതിപ്പോ ഈ അവിടുത്തെ ഒരു ഗോത്രകലയാണല്ലോ, നിങ്ങൾ എങ്ങനെയാണ് ഈ ഇതിലേക്ക് വരുന്ന കുട്ടികളെന്ന നിലയിൽ? അത് നമ്മളെ തലമുറയായിട്ട് കൈമാറിയിട്ട് വരുന്നത്. അപ്പം നമ്മളെ അമ്മമാരെല്ലാം അവർ കളിക്കുന്നതുകൊണ്ട് നമ്മ കളിക്കുന്നു. ഇപ്പൊ ഒരുപാട് കൂട്ടുകാരൊക്കെ പഠിക്കാൻ വരുന്നുണ്ടോ, അതോ ഇതെല്ലാരും അവിടെ തന്നെയുള്ള മുഴുവൻ ആളുകൾ തന്നെ? നമ്മളെല്ലാം ഒരേ സ്കൂളിലാണ്. ആടുന്ന് മാമാരും ആൻറ്റിമാരെല്ലാം കൂടി പഠിപ്പിച്ചത്. മറ്റ് സ്കൂളിലെ കുട്ടികളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്? മറ്റ് സ്കൂളിലത്തെ അല്ല, പുറത്തില്ലേ പ്രദേശത്തിലെ ആൾക്കാർ പഠിക്കുന്നു. ഇതാണ് നമുക്ക് ഇവരുടെ അധ്യാപകരിവിടെ ഉണ്ട്. അധ്യാപകരോട് തന്നെ ചോദിക്കുക, എങ്ങനെയാണ് ഈ മംഗലം കളി? എന്താണ് മംഗലം കളി? പിന്നെ സാധാരണ കല്യാണ വീടുകളിൽ തലേന്ന് നാളെ തൊട്ട് നമ്മൾ അവതരിപ്പിക്കുന്നതാണ് ഒരു കലയാണ്. മാവിലന്മാരുടെ ആചാരാനുഷ്ഠാന കലയാണ് മംഗലം കളി. മംഗലം കളി സാധാരണ കല്യാണ വീടുകളിൽ തലേന്ന് മുതൽ രാത്രി മുതൽ രാവിലെ വരെ നീണ്ടു നിൽക്കുന്നൊരു കളിയാണ്. പിന്നെ ഇത് തുടിയാണ് ഇതിൻ്റെ വാദ്യോപകരണം. ഇത് തുടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാവ്, പിന്നെ കുമ്പിള്, അതിൻ്റെ തടി ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ കാട്ടുമൃഗങ്ങളുടെ തോല് ഉപയോഗിച്ചാണ് അതിൻ്റെ ബാക്കി ഇതാക്കുന്നത്. ഇതാണ് മംഗലം കളിയുടെ ഒരു വിശേഷം. അതായത് മംഗലം കളി ഈ പറയുന്ന പോലെ അതിൻ്റെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളോടും കൂടി മുന്നോട്ട് വെക്കുന്നതാണ്. നമുക്ക് ഈ ഇപ്പോൾ നമ്മൾ ഈ കൊണ്ടുപോകുന്ന ഗുഡ് മോർണിംഗ്, അത് നമ്മുടെ ഈ ഒരു പ്രഭാതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ, വാർത്തകളൊക്കെ തന്നെ മുന്നിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തുക. ഇപ്പോൾ രാജേഷും ശ്രീജയും ഇവിടെ തയ്യാറാണ്, അവരിലേക്ക് തന്നെ പോവാം. രാജേഷ്, ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, ഇനിയിപ്പോൾ മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായും എല്ലാവരും കാത്തിരിക്കുന്നത് വാശിയേറിയ പോരാട്ടത്തിനാണ് എന്നുള്ളതാണ്. ഏതായാലും ഈ ഘട്ടത്തിൽ നമുക്ക് കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ ഇനി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനാവുക? തീർച്ചയായിട്ടും പ്രശാന്ത്, വളരെ സന്തോഷമുണ്ട്. പുതിയ ഒരു കലാരൂപത്തെ നമ്മൾ പരിചയപ്പെടുന്നു. അതെ, മംഗലം കളിയാണ്, മംഗളം കളിയാണ്, എന്താണ്? മംഗലം കളിയാണ്. മംഗലം കളി. അതെ, അതായത് നമുക്ക് ഓരോ കലയും നമുക്ക് പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. സർക്കാർ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷം. പക്ഷേ എങ്കിൽ പോലും ഇത് തുടക്കത്തിൽ കൊണ്ടുവന്ന് ഇതിനെയൊക്കെ നശിപ്പിക്കരുത് എന്നുള്ളൊരു ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. പലതിനും വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന കിട്ടാതെ പോകുന്നു. പ്രാദേശികമായുള്ള പല കലാരൂപങ്ങളും ഒക്കെ നമുക്ക് ഉയർന്നു വരുന്നുണ്ട്. പലതും ഇതുപോലെ വേദികളിൽ എത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ അവരെ പരിപോഷിപ്പിച്ച് എടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് ചേർത്ത് പറയേണ്ട കാര്യമുണ്ട്, ഗ്ലാമർ ഇനങ്ങൾ മാത്രമാണ് എപ്പോഴും കലോത്സവ വേദികളിൽ തിളങ്ങുന്നത് അല്ലേ. ആളുകളാണെങ്കിലും വന്നെത്തുന്നതും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ വന്ന് ഒരറ്റത്തൂടെ വന്ന് സൈഡിൽ കൂടി പോകുന്നു. വെറുതെ മത്സരം സമ്മാനം കിട്ടാൻ വേണ്ടി മാത്രം, എളുപ്പത്തിൽ സമ്മാനം കിട്ടും, അധികം പാർട്ടിസിപ്പേഷൻ വരില്ല എന്നുള്ള രീതിയിലൊക്കെ പങ്കെടുക്കുന്ന ഒരു ഇനമായി മാത്രം ഇതൊക്കെ മാറുന്നു എന്നുള്ളൊരു സങ്കടം കൂടി. ഗ്രേഡ് നേടുക അങ്ങനത്തെ ഇതായിട്ട് മാറുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഒരു വൈബ്, പ്രത്യേകിച്ച് ഈ രാവിലെയാണ് 10 മണിക്ക് മാത്രമാണ് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ ഒക്കെ തുടങ്ങുക. രാഷ്ട്രീയ രംഗത്തെ ഞാൻ രാഷ്ട്രീയം എന്ന് ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ വരുന്നുണ്ട്. പിന്നെ സിനിമ, ചലച്ചിത്ര, കായിക രംഗത്തെ എല്ലാ ആൾക്കാരും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും വളരെ അടിച്ചു പൊളിച്ചുള്ള ഒരു ഉദ്ഘാടനമായിരിക്കും ഇന്ന് ഇവിടെ നടക്കുക. അതിനൊപ്പം തന്നെ നമുക്ക് കൊല്ലത്തെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കൊല്ലത്തെ പറ്റി പറയാൻ സ്വാഭാവികമായി കൊല്ലംകാരായിരിക്കും ഒന്നും കൂടി നന്നാവുക അല്ലേ. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, രാവിലെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിൽ ചെറിയൊരു തള്ളിയെങ്കിലും ആൾക്കാരില്ല എന്ന് പറഞ്ഞതിൽ ആൾക്കാർ ഉണ്ടായിരുന്നത് സ്ഥിരമായി ഈ നമ്മുടെ ഈ ഗ്രൗണ്ടിൽ സ്ഥിരമായി വരുന്ന ആശ്രമം മൈതാനത്തിന്റെ അവകാശികൾ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആരൊക്കെയാണ് ശ്രീജ? നമ്മൾ യാദൃശ്യമായി കണ്ടുമുട്ടിയതാട്ടോ. സ്വാഭാവികമായും വലിയ ഗ്രൗണ്ട് ആണല്ലോ, നടക്കാൻ ആളുകൾ തന്നെ ആയിരിക്കും. 46 ഏക്കറാണ് ഈ ഇത്. തിരുവിതാംകൂറിൽ ആദ്യമായി വിമാനം ഇറങ്ങിയ ഒരു
കലാം എന്നൊരു പ്രത്യേകത ആശ്രമ മൈതാനത്തിനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകത. അതെ, നമുക്ക് കൊല്ലംകാരോട് ചോദിച്ചു നോക്കാം. നമസ്കാരം സാർ, പേരെന്താണ്? പേര് പ്രമോദ്. ഈ ഞങ്ങൾ വളരെ യാദൃശ്ചികമായിട്ട് വന്ന് നിങ്ങൾ കണ്ടുമുട്ടുകയാണ്. വന്നപ്പോൾ ഒരു കുട ഇരിപ്പുണ്ട്. മഴയില്ലാത്ത സമയത്ത് കുട കൊണ്ടു നടക്കേണ്ട ഒരു യുക്തി. പട്ടിയുടെ ശല്യം രണ്ടുപേരും നടക്കും. പട്ടി അടിക്കാം, പലരും അടിക്കാൻ വന്നാൽ അടിക്കുകയും ചെയ്യാം. ഇവിടെ വന്നതിൻ്റെ ആ ഉദ്ദേശം ഒന്ന് പറയാമോ? ഇവിടെ രാവിലെ 5:30 മണിക്ക് ഞങ്ങൾ ആശ്രാമ പ്രൊഡക്ട്സ് ക്ലബ് എന്നും പറഞ്ഞ ഒരു ക്ലബ്ബുണ്ട്. അതിനകത്ത് 42 മെമ്പർമാരുണ്ട്. ഞങ്ങൾ രാവിലെ 5:30 മണിക്ക് എല്ലാ ദിവസവും നടക്കാൻ വരും. 5:30 വരെ 7 വരെ എല്ലാ ദിവസവും ഞങ്ങളിവിടെ കാണും. എല്ലാ ദിവസവും രാവിലെ. അതായത് ആരോഗ്യം പരിപോഷിപ്പിക്കുക മാത്രമാണോ അത് നിങ്ങളുടെ സംഘടനയുടെ ഉദ്ദേശം, അല്ലാതെ വേറെ എന്തെങ്കിലും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അല്ലേ? പറഞ്ഞോ. സാംസ്കാരിക പ്രവർത്തനം നടന്നുകൊണ്ട് നമുക്കൊരു ഫുട്ബോൾ ക്ലബ്ബുണ്ട്, ജയൻ ഫുട്ബോൾ ക്ലബ്ബ്. അനശ്വരനായ നടൻ, ലോകത്തിൽ ഡൂപ്പില്ലാതെ ആദ്യമായി ലോകത്ത് സിനിമയിൽ അഭിനയിച്ച നടനാണ്. അത് അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായതുകൊണ്ടാണ് നമ്മളിവിടെ പോസ്റ്റ് സഹിതമുള്ള ഫുട്ബോൾ ഉണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു കലാമേള നടക്കുമ്പോൾ ഞങ്ങളുടെ ഗ്രൗണ്ട് തന്നെ ഞങ്ങൾ മാറ്റി വെച്ച് ഇതിനു വേണ്ടി കൊടുത്തുകൊണ്ട് ഞങ്ങളെല്ലാം ഒരു കാഴ്ചക്കാരെ എല്ലാവരെയും സ്വീകരിക്കാനും ഇത്രയും നല്ലൊരു ഇതിലേക്ക് വന്നത്. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നുള്ളൊരു ചൊല്ലുണ്ട്. അത് ഉറപ്പായിട്ടും ആയിരിക്കും. ഈ പ്രാവശ്യം കൊല്ലം ജില്ല തന്നെ ഓവറോൾ കിരീടം നേടാനുള്ള എല്ലാ പ്രോത്സാഹനവും ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തിരിക്കും. അങ്ങനെ ഉദ്യമത്തോടെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നിനും ഒരു കുറവുണ്ടായിരിക്കത്തില്ല. എന്ത് കാര്യത്തിനും ഞങ്ങൾ ഇവിടെ ഫുൾ ടൈം കാണും. ഏത് സഹായത്തിനും എവിടെയും എന്തുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാഹചര്യം ഞങ്ങൾ അടുത്തുള്ളവരാണ്. എല്ലാവരും 5-6 കിലോമീറ്റർ അടുത്തുള്ളവരാണ്. മനസ്സിലാവുന്നുണ്ട് ശ്രീജ. ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു വൈബ് വേണം, എങ്കിൽ മാത്രമേ കലോത്സവം എപ്പോഴും കൊഴുക്കുകയുള്ളൂ, കുട്ടികൾക്ക് ആ ഒരു ആവേശവും വരികയുള്ളൂ അല്ലേ? ശരി, കൂടുതൽ വിശേഷങ്ങൾ അല്പസമയത്തിനകം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയുകയാണ്. ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. ഏതായാലും വലിയ ആവേശത്തിൽ ആളുകൾ, കൊല്ലംകാർ കാത്തിരിക്കുകയാണ്. ഒപ്പം വിദ്യാർത്ഥികൾ, 14,000-ലധികം വിദ്യാർത്ഥികൾ, ഇവരുടെ ഒപ്പം എത്തുന്ന രക്ഷിതാക്കൾ, അധ്യാപകർ അടക്കം മറ്റ് സ്കൂളുകളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കലോത്സവം ആരംഭിക്കാനായിട്ട്. ഒരു മാറ്റും ചോരാതെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അമൃത TV സജ്ജമാണ്. അമൃത TVയിലും ഒപ്പം തന്നെ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് കലോത്സവ വിശേഷങ്ങൾ അറിയാം. അതിനുവേണ്ടി ഞങ്ങൾ സർവ്വസജ്ജമാണ്.